കൃത്യമല്ലാത്ത ആർത്തവം, ഉത്കണ്ഠ, ദേഷ്യം, വിഷാദം തുടങ്ങിയ അവസ്ഥകൾ, അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുക, പെട്ടെന്ന് വിയർക്കുക, ഏകാഗ്രത കുറയുക, ഉറക്കം വരാൻ പ്രയാസപ്പെടുക, കാലും കൈയും കോച്ചിപ്പിടിക്കുക. ഈ ലക്ഷണങ്ങളൊന്നും നിസ്സാരമല്ല. ഇതൊക്കെ ഹോർമോൺ വേരിയേഷനാണ്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും പുരുഷന്മാരിൽ പ്രായമാകുമ്പോഴുമാണ് സാധാരണ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കണ്ടുവരുന്നത്. പ്രത്യുൽപാദന പ്രായവും കഴിഞ്ഞ് ഏകദേശം 40 വയസ്സ് പിന്നിടുമ്പോൾ ഹോർമോൺ ഉൽപാദനം കുറഞ്ഞേക്കാം. ശരീരം അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെ എന്നനുസരിച്ചാണ് ഹോർമോൺ അസന്തുലിതമായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. മനുഷ്യ ശരീരത്തിൽ 50-ലധികം ഹോർമോണുകൾ ശാസ്ത്രജ്ഞർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം 50-ലധികം വ്യത്യസ്ത ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇവയെല്ലാം പ്രധാനപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. നിങ്ങൾക്ക് ഏത് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടെന്നതിനെ ആശ്രയിച്ച് നിരവധി വ്യത്യസ്ത ലക്ഷണങ്ങളും അനുഭവപ്പെട്ടേക്കാം. ഹോർമോൺ അസന്തുലിതാവസ്ഥ എങ്ങനെ തടയാമെന്ന് നോക്കാം. ഇത് ചില പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ്. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, സമീകൃതവും ആരോഗ്യകരവുമായ ഭക്ഷണം, പതിവായുള്ള വ്യായാമം, നിങ്ങളുടെ സമ്മർദ്ദം നിയന്ത്രിക്കൽ, ഗുണനിലവാരമുള്ള ഉറക്കം, ആരോഗ്യാവസ്ഥകൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യുക, പുകവലി ഉപേക്ഷിക്കുക എന്നിവയിലൂടെയെല്ലാം ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ മാറ്റി നിർത്താം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.